ഓക്കെ, വൺ ഫൈനൽ റിഹേഴ്സൽ ആൻഡ് ടേക്ക്. ബാബുരാജ്, ജിപ്സി കറക്റ്റ് ആയിട്ട് ഓടിച്ച് പമ്പിനുള്ളിലേക്ക് വരണം. ഓക്കെ സാർ, ഓക്കെ. പമ്പിലേക്ക് ജിപ്സി കയറുന്നതും ബ്ലാസ്റ്റ് നടക്കണം. ബ്ലാസ്റ്റിനോടൊപ്പം ക്രൗഡ് ചിതറി ഓടണം. ആക്ഷന് തന്നെ ക്രൈൻ അപ്പ്. ഓക്കെ, ഗെറ്റ് റെഡി. ആകാശ് ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. ചേച്ചി ഈ ഷോട്ട് കഴിഞ്ഞ് ഇപ്പൊ വരാം. മോൻ ഒരു പ്രശ്നം ഉണ്ടാക്കരുതേ. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുന്ന ആൾക്കാരല്ലേട്ടാ. ശരി, ഞാൻ തിരിച്ചു വിളിക്കാം. 7 മണി കോൾ ഷീറ്റിന് ഇപ്പോഴാണോ കയറി വരുന്നത്? അത് സാറേ, ഇവനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് പൊട്ടിക്കുന്നത് ഇവിടെയല്ലേ? അതിനു മുൻപ് ഇതാരും എന്റെ തലയിലിട്ട് പൊട്ടിച്ചത്. അതൊരു വലിയ കഥയാണ്. കഥ എഴുതാൻ നീ ആര്? MTO ലോഹിദാസോ? ദേ, പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്നലെ എന്റെ വീട്ടിൽ നടന്ന പൊട്ടിത്തെറി ഇവിടെങ്ങാനും കൊണ്ട് വിളമ്പിയാ? ഇല്ല സാറേ, ഒരിക്കലും ഇല്ല. നമ്മള് കുടുംബക്കാരാകുമ്പോ പല നമ്മള് കുടുംബക്കാരാ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. നീ എന്തിനാ എന്നെ കെട്ടിയെടുത്ത്? ഞാനല്ല, ആ സുന്ദരേട്ടനാ. സുന്ദരേട്ടൻ ആ തെണ്ടിക്ക് ഇവിടുത്തെ 125 രൂപ ബാറ്റ് അവന് കാവലിരിക്കുന്നതിന് അവിടെ കൊടുക്കാൻ പറഞ്ഞല്ലേ? എവിടെയാണ്? ദാ പമ്പിന്റെ പുറകിലിരിപ്പുണ്ട്. സാരില്ല, ഇപ്പൊ ഞാൻ പറയണതൊക്കെ അനുസരിക്കുന്നുണ്ട്. കണ്ടില്ലേ മിണ്ടാതിരിക്കണത്? പാവം. അവിടുത്തെ വിളിക്കുന്നത് കേട്ടില്ലടോ? ഇവിടെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ലടോ. ഞാൻ ഈ തലയിൽ വെച്ച് അവിടെ നിൽക്കണോ സാർ? എന്നാ ഈ തല വെക്കണ്ട, വല്ല എരിമേരെ പോത്തിന്റെ തലയെടുത്ത് വെച്ചോ. അതാകുമ്പോ ഈ ബോഡിക്ക് നന്നായിട്ട് ചേരും. പോയി നിൽക്കണോ പോത്തെ. ഞങ്ങൾ റെഡി ആട്ടോ. എന്തോ പ്രൊഡ്യൂസർ സാർ, ഈശ്വര വാരിക്കോരി തരട്ടെ. என்ன சேஷனா எல்லாம் ரெடி இல்ல? எல்லாம் ரெடியானா? 3 സ്ഥലത്തും പെട്രോൾ പമ്പ് வெச்சிருக்கு. 2 கேமரா. ஆமா, எல்லாம் கரெக்ட்டா வெச்சிருக்கு. சுவிட்ச் போட்டா போதும், வெடிச்சிடும் சார். டேய், என்னடா பண்ண போற? ஐயோ! ബാബ് പൊട്ടിയ കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്. ചിരിക്ക്, അങ്ങനെ നന്നായിട്ട് ചിരിക്ക്. നിന്റെ ഒടുക്കത്തെ ചിരി കാണുമ്പോ എന്റെ പുന്നാരനിയ ഈ ചേട്ടന് കുളിര് പോരുക. മോനെ ആകാശ, നിന്റെ ഈ ചിരി ഞങ്ങൾക്കൊരു ആവേശമോ? പണിയും പോയി പട്ടിണി എടുക്കുമ്പോ നിന്റെ ഈ ചിരി പുഴുങ്ങി തിന്ന് ഞങ്ങക്ക് വയറ് നിറക്കാല്ലേ? ചിരിക്കടാ, ചിരിക്കടാ. മതി എല്ലാരും കൂടി ഒരു മിണ്ടാപ്രാണിയെ കളിയാക്കിയത്. നമ്മളെ പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യോ? നീ മിണ്ടരുത്. നിന്റെ വകതിരിവാണല്ലോ കട്ടത്. വീട്ടിൽ നിന്ന് സാധനത്തിൽ ലൊക്കേഷൻ കൊണ്ടൊന്നും പോരാ. ഞാൻ നോക്കിയിരുന്നതാ. ആ നേരത്തെ ഷോട്ടിന് വിളിച്ചതുകൊണ്ടാ. കുട്ടേട്ടനുണ്ടായിരുന്നല്ലോ, നോയിക്കൂടായിരുന്നോ? ബട്ടർഫ്ലൈ കൂടെ പറഞ്ഞിട്ട് പൊക്കോ. മര്യാദയ്ക്ക് ചുരുട്ടുകുട്ടി ചവിട്ടി പുറത്തിറങ്ങി. നിർത്തണുണ്ടോ? കൊറേ നേരായി. ഒന്നര മാസമായിട്ട് തൂറാത്ത കാക്കയോ? കുഞ്ഞാലിക്കയുടെ കട കഴിഞ്ഞോടാ? അതറിയണേ കണ്ണൂർന്ന് നോക്കണം. കണ്ണു തുറക്കലൊക്കെ ആനി മുമ്പിൽ എത്തിയിട്ട് ഞാൻ കല്യാണം കഴിക്കണവരെ നിനക്കിതൊക്കെ സഹിച്ചാ പോരെ? അതേ സ്ഥലം എത്തി. നോക്കി കണ്ടു ഇറങ്ങിക്കോ. ഈശോയെ കുഴി ഉണ്ടാവല്ലേ? ഇവിടെ ഈ ടയർ എന്താ പഞ്ചറാകത്ത്? പൊസിഷൻ കറക്റ്റ് അല്ലടാ. ഓ എന്റെ അമ്മോ, കറക്റ്റ് തന്നെയാണപ്പാ. ഈ പാപ്പിച്ചായന്റെ ഒരു കാര്യം, ആന ടീച്ചറിനെ ഇന്നും കണിയാണെന്നുണ്ടാ പാപ്പിച്ചായനി ഐശ്വര്യമൊക്കെ ഉണ്ടായത്. കണി കാണാത്ത ദിവസം മൊത്തം മൂപ്പർക്ക് ഗതികേടാന്നാ പറയുന്നത്. ഒരു കാര്യം ശരിയാ, ആനി ടീച്ചർ കുളിച്ചൊരുങ്ങി സ്കൂളിലേക്ക് വരുന്ന ഒരു വരവുണ്ടല്ലോ, അതല്ലേലും കാണാൻ ഒരു ഐശ്വര്യം തന്നെയാ. കണിതേ വരുന്നുണ്ട്. തുറന്നോ തുറന്നോ.
മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. നിന്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ. ആ ചെക്കനെ പൊക്കിക്കോടാ. ഗുഡ് മോർണിംഗ്. കണിക്കൊന്ന ഇന്ന് നേരത്തെ വന്ന് പൂത്ത് നിൽപ്പുണ്ടല്ലോ ടീച്ചറെ. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? മനുഷ്യരാണ് കുറച്ചൊക്കെ വിവരം വേണം. ഇതിപ്പോ മറ്റുള്ളവരെ കൂടെ നാണം കെടുത്താനായിട്ട്. സ്കൂളിലേക്ക് പോകാൻ പാതാളത്തിലൂടെ വല്ല വഴിയുണ്ടോന്ന് ഞാനിപ്പോ നോക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഇനി ഞാനും പിടിക്കട്ടെ. എന്താ വെയിറ്റ്? ഇന്നെന്താ മോന് വിശേഷം? നിന്റെ ഹാപ്പി ബർത്ത്ഡേ. ആണോ? Happy birthday to you. Happy birthday to you. മതിടാ. ഞാനൊരു ഉമ്മ തരും. മോന് ഞാനൊരു ഉമ്മ തരും. നോക്കട്ടെ എവിടെയാ? ആ ഇവിടെ. വൃത്തികെട്ടവൻ. ഇനി ഞാൻ തൊട്ടുപോകരുത്. സൂക്ഷിച്ച് കളിപ്പണേ മോനെ. അടുത്തൊന്നും നെറ്റ് കഴുകല്ലേ. പാപ്പിച്ചൻ വിളിക്കുമ്പോ വരണേ. ഇവന് ചില്ലിട്ട് ഫ്രെയിം ചെയ്ത് വെക്കണം ഇല്ലടാ. എന്റെ ആദ്യ ചുംബനം. അന്തിചുംബനോ? കരുനാക്കൊണ്ടൊന്നും പറയില്ലടാ. തുടങ്ങിയിട്ടുള്ളൂ ഞാൻ. ഞാനല്ല അവസാനിപ്പിക്കാൻ പോവാ. എന്താ? രാവിലെ കെട്ടിയെഴുന്നള്ളിച്ചുള്ള വരവ്. ഇത്രയും നാൾ ഇവിടെ വന്ന് നിന്നിട്ടും ഇന്നേ വരെ ആലി ടീച്ചർ പാപ്പിച്ചായന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ ഇത്ര ശത്രുതയ്ക്ക് വെറുതെ എന്തിനാണ് എന്റെ സമയം കളയുന്നത്? ഏയ് അങ്ങനെ വലിയ ശത്രുതയൊന്നുമില്ലടാ. ചെറുപ്പത്തിലുണ്ടായ ഒരു ചെറിയ പ്രശ്നം. അന്ന് ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്നു, അവൾ 5ാം ക്ലാസ്സിലും. ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു. ഹലോ പപ്പ, ഞാനാ. ഇല്ല, ഒരു കുഴപ്പമില്ല. മനു എന്റെ കൂടെയുണ്ട്. ശരി, ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്താ നിന്റെ അച്ഛൻ എന്നെ കാണാൻ തിടുക്കായി? ഇതൊരു സാധാരണ അച്ഛനല്ല മോനെ. മനസ്സിലൊന്ന്, സംസാരിക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്നും. എത്ര ഒന്നുണ്ടെങ്കിലും എന്റെ മുമ്പിൽ അതൊന്നുമല്ല. Give me 2 days. നിന്റെ അച്ഛൻ എന്റെ ഈ പോക്കറ്റിൽ കിടക്കും. Wait and see. എന്താണോ ഇത്? ചെവിയായിട്ടൂടെ? എത്ര ഹോൺ അടിച്ചു? അതെ, പപ്പേ 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 അങ്ങനെ എത്ര ഹോൺ അടിച്ചു? നിന്റെ അച്ഛനെ ഒന്ന് വിളിക്കുക. ഞാൻ ഈ തോട്ടക്കാരനെ ഫയർ ചെയ്യുന്ന എന്റെ കപ്പാസിറ്റി ഒന്ന് കാണട്ടെ. ഇതാ എന്റെ പപ്പ. ഓ ദാറ്റ് പപ്പ. ഓഹ് ഈശ്വര, പോക്കറ്റിലാക്കാൻ വന്നിട്ട് ബക്കറ്റിലാക്കിയല്ലോ. പപ്പ, ഇതാ മനു. ഹായ് ഹായ് പപ്പ. സോറി പപ്പ. നിന്റെ അച്ഛനൊരു പാന്റ് ഷർട്ട് ഇട്ടൊന്ന് ചെടി അടിച്ചൂടായിരുന്നോ? പപ്പയ്ക്ക് നല്ലപോലെ ദേഷ്യം വന്നിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതൊക്കെ ഞാൻ മാറ്റിയെടുക്കില്ലേ. അച്ഛന്റെ വീക്ക്നെസ് എന്തൊക്കെയാന്ന് പറ. എന്തിനാ? എനിക്ക് പിടിക്കാൻ. അച്ഛൻ അങ്ങനെ വീക്ക്നെസ് ഒന്നും ഇല്ല. ആർട്സ്, സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലും? ഫുട്ബോൾ ഇഷ്ടാ. രാത്രിയൊക്കെ ഇരുന്ന് മാച്ച് കാണാറുണ്ട്. ഓ താങ്ക് ഗോഡ്. മതി, ഇത് മതി. ഉം? ഈ കാലുകൊണ്ട് ഞാൻ നിന്റെ അച്ഛനെ കയ്യിലെടുത്ത് കാണിച്ചു തരാം. ലുക്ക് പപ്പ, ഞാൻ കോളേജ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു. ഞാൻ സിസർ കട്ട് ചെയ്ത് ഗോൾ അടിക്കുമ്പോ ഓപ്പോസിറ്റ് ടീം പോലും ക്ലാപ്പ് ചെയ്യായിരുന്നു. മാർവലസ്. ഞാൻ ആ സിസർ കട്ട് ഒന്ന് കാണിക്കട്ടെ പപ്പ? വേണമെന്നില്ല. ഓ പ്ലീസ് പപ്പ, നോക്കൂ. പപ്പയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടാവും. സംസ്ഥാന പോലീസ് സേനയെ ഞാൻ ഈ ഉള്ളം കൈയിൽ തമ്മാനമാടിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിനെ പമ്പരം കറക്കിയിട്ടുണ്ട്. 2 മുഖ്യമന്ത്രിമാരെ മൂക്കുകൊണ്ട് ക്ഷാപനപ്പിച്ചിട്ടുണ്ട്. ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും കണ്ണിലെ കരടായിരുന്നു ഈ IG ജോൺ മാത്യു IPS. നോർമൽ അല്ലേ? നീ കേൾക്ക്. ഒരാളെ അറസ്റ്റ് ചെയ്യണം എന്ന് മന്ത്രി പറഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്യില്ല. അവൻ എത്ര വലിയ കുറ്റവാളിയായാലും. ഒരാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് മന്ത്രി പറഞ്ഞാൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്തിരിക്കും, അവൻ എത്ര നിരപരാധിയായാലും. അതുകൊണ്ടെന്താ, സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ടും ശത്രുക്കളുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല. ഇരുട്ടടി കൊണ്ട് വലത്തെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കായിരുന്നു. 2 ദിവസമേ മാറ്റിയിട്ട്. ഇതൊക്കെ നിസാരം. കത്തിക്കുത്ത് വെടിയുണ്ട ബോംബ് ഇതൊന്നും എനിക്ക് പുത്തരിയല്ല.
കർമ്മധീരനായ ഒരു പോലീസ് ഓഫീസർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി കാര്യം പറയാം. സാർ ഒരു സർവീസ് സ്റ്റോറി എഴുതാൻ പോവാണ്. വായനക്കാരെ കിടിലം കൊള്ളിക്കുന്ന ഒരു അനുഭവ കഥ. അതിനൊരു സഹായിയെ വേണം. എ പേഴ്സണൽ അസിസ്റ്റന്റ് ബൈ ആൾ മീൻസ്. അതെ, അടക്കം, ഒതുക്കം, അനുസരണ, വൃത്തിയുള്ള കൈപ്പട, കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്തുള്ള പരിചയം ഒക്കെ കൂടെ കേട്ടപ്പം എനിക്ക് നിന്നെയാണ് ഓർമ്മ വന്നത്. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്ന് തന്നെ. രോഗിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഇച്ഛയൊന്നുമില്ലല്ലോ. ഉണ്ടടാ, ഇവിടെ ആവുമ്പോ നിനക്ക് സുഖമാണ്. വേണ്ടാത്ത ചിന്ത ഒന്നും ഉണ്ടാവില്ല. എന്റെ ഒരു സിദ്ധാന്തമുണ്ട്, വേണം നോട്ട് ചെയ്തോ. അലസമായ മനസ്സിലാണ് ചെകുത്താൻ കുടിയിരിക്കുന്നതെന്ന്. അതാളിയന്റെ സിദ്ധാന്തമൊന്നുമല്ല, പഴഞ്ചൊല്ലല്ലേ. An idle mind is devil's workshop. എന്തായാലും സംഗതി ശരിയല്ലേ. ജീവിതാനുഭവങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ജോൺ മാത്യു സാർ. ഈ സർവീസ് സ്റ്റോറി പൂർത്തിയാവുന്നതോടെ ജീവിതം എന്താണെന്ന് നീ പഠിച്ചിരിക്കും. സാറിന്റെ ബുദ്ധിയാ സമ്മതിച്ചിരിക്കുന്നു. ആ അലയഞ്ചക്കന് ഇതിലും വലിയ പാര പണിയാനില്ല. സിംഹക്കൂട്ടിലേക്കല്ലേ സാർ ഇട്ടുകൊടുത്ത്. ആ ഐജി അവന്റെ പരിപ്പെടുക്കും. അനന്ത, സോറി സാർ. അർദ്ധരാത്രി കഴിഞ്ഞു. കുന്നിൻ മുകളിലാണ് ക്യാമ്പ്. ഒരു പഴയ കെട്ടിടം, കുറ്റാക്കുറ്റിരുട്ട്. ചോദ്യം ചെയ്യുന്ന മുറിയിൽ ഒരു റാന്തലിന്റെ പ്രകാശം മാത്രം. എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞിട്ട് ഞാൻ കഥകടച്ചു. ഹാളിന്റെ ഒരു മൂലയിൽ പേടിച്ചരണ്ട പേടമാനെ പോലെ നിൽക്കുകയാണ് നമ്മുടെ മന്ത്രിപുത്രൻ. ഞാൻ അടിവെച്ച് അവന്റെ അരികിലേക്ക് ചെന്നു. അവൻ പുറകോട്ട് നീങ്ങി ഒരു ചുവരിൽ തട്ടി നിന്നു. അവൻ പീഡിപ്പിച്ച പെൺകുട്ടിയുടെ കരച്ചിൽ എന്റെ ചെവിയിൽ മുഴങ്ങി. ഞാൻ അടുത്തു ചെന്നതും കാൽമുട്ടുമടക്കി അവന്റെ അടിനാവിക്കിട്ടു. ആ ശബ്ദം ഇവിടെ കിട്ടണം. ഗ്യാസ് തീർന്നടാ ജോണിക്കുട്ടിയെ. ഗ്യാസ് തീർന്നില്ല ചേച്ചി, അതിനു മുമ്പ് സത്യം പറഞ്ഞു. ആ ഗ്യാസ് അല്ലടാ കിഴങ്ങ, അടുക്കളയിലെ കുക്കിംഗ് ഗ്യാസ്. ഇനി ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. നീ ആരെങ്കിലും വെച്ച് ഒരു കുറ്റിയും കൂടെ എടുപ്പിച്ച്. റൈറ്റ്. അടുത്ത എപ്പിസോഡിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് അല്പം സമയം വേണം. ഞാൻ മനസ്സിൽ ഒരു റഫ് ഐഡിയ ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും നീ പോയി ഗ്യാസ് എടുത്തോണ്ട് വാ. ഗ്യാസ് എടുക്കാൻ ഞാനോ? എന്താ അതിന് ഇനി ചുമട്ടുകാരെ വിളിക്കണോ? താണ്ട ബുക്കും കാശും. അമ്മച്ചി, ഞാനൊരു MCA കാരനാ. സോ എവരി ജോബ് ഹാസ് ഇറ്റ്സ് ഓൺ റെസ്പെക്ട്. ഒബേ ഫാസ്റ്റ്. ഗണപതി, എനിക്ക് സോഡാ ബാറ്ററി വേറെ ചേച്ചി. ഇത്ര പെട്ടെന്നാ? ഇതെന്താ ഇത്? വീട്ടില് ഗ്യാസ് തീർന്നേ. വിളിച്ചു പറഞ്ഞവര് കൊണ്ടുവരാൻ ലേറ്റ് ആവും. അപ്പൊ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പോയി. എങ്കിട്ട മട്ടും പോയി ചെല്ലാതെ. ആ അജിയുടെ വീടല്ലേ അണ്ണനിപ്പോ വേല. വേല? അയ്യേ, ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയാ. അയ്യോ, അണ്ണ സൂക്ഷിച്ചിരുന്നോ? അന്താള് തനി പൈത്തിക്കാരൻ. മുമ്പുണ്ടായിരുന്ന വേലക്കാരൻ ജീവനും കൊണ്ട് ഓടിയതാ. നിന്നോട് ഇതാരാ പറഞ്ഞേ? പറയാം. എനിക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങി കൊടുക്കുമാ? ഞാൻ അവിടെ നിന്നാ പിന്നെ ഇതാരും ചവിട്ടും.